ചിരിക്കുന്ന നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. ലാൽച്ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ ആ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആ എക്സ്പീരിയൻസ് കിട്ടിയാണ്. നിന്റെ കൂടി വോയിസ് കേൾക്കുമോ? റെക്കോർഡ് ചെയ്യാറുണ്ട്, കേൾക്കുന്നുണ്ട് അല്ലേ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലാൽച്ചായനെ കൂടി ശരിക്കും വേണ്ടതായിരുന്നു പരിപാടിക്ക്. കാരണം പടം കണ്ട് ഇറങ്ങിയവരൊക്കെ ലാൽച്ചായനോട് എന്തൊക്കെ പറയണമെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ലാൽച്ചായ വിളിച്ചില്ലേ നമ്മള് പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂസിലും പറഞ്ഞായിരുന്നു, മലയാള സിനിമയിൽ എപ്പോഴും ഒരു ഐഡിയൽ അപ്പൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ലാൽച്ചായൻ തന്നെയാണ്. ഇതിൽ പുതിയൊരു ലാൽച്ചായന്റെ അപ്പൻ വേഷം നമുക്ക് കാണാം. ഈ അപ്പനും മക്കളായിട്ടുള്ള ഒരു സാധനമുണ്ട്, അച്ഛനും മക്കളുമായിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അശോകന്റെ ക്യാരക്ടർ. അപ്പൊ പടം കാണാത്തവർക്കായിട്ട് ഒരു ഇത് ഞാൻ കളയില്ല. ആ രണ്ട് ട്രാക്കും ആണ് നമുക്ക്. ഞാനിന്ന് പടം കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഏരിയ. വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവര് രണ്ടും ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാര് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതോ അവരുടെ കൂടെ അവരുടെ പഴയ കഥകളൊക്കെ കേൾക്കുന്നതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഫൺ. അപ്പൊ ഇന്ന് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇവരുടെയൊക്കെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ ഭാഗ്യം. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ഈ എഴുത്തിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഈ സീനിയർ ആക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം നിങ്ങളുടെ സിനിമകളിലും കാണാറുണ്ട്. ശരിക്കും എന്താ കണ്ടു വളർന്ന അവരോടുള്ള ഒരു ട്രിബ്യൂട്ടാണ് പലപ്പോഴും എഴുതുമ്പോഴും കൂടെ അഭിനയിക്കുമ്പോൾ ഒക്കെ സംഭവിക്കണം. ട്രിബ്യൂട്ടില് ഉപരിയായിട്ട് ഓരോ സെക്കൻഡ് നമ്മൾ ആസ്വദിക്കുക എന്ന് പറയില്ലേ. ഞാനിങ്ങനെ ലാൽച്ചായനൊക്കെ നിന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് കാരണം ഒരു കൊച്ചു പേർക്ക് കൊടുക്കുന്ന കൊട്ടുകൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, സബ്ജക്റ്റിന് സ്പോയിലാവുന്നത്. കാരണം ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം വാക്കുകൾക്കും പേരുകൾക്കും വിലക്ക് വീഴുന്ന നാട്ടിൽ ചിന്തകൾക്ക് വിലക്ക് വീഴാൻ വിദൂരമല്ല. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു തോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ചർച്ചയാവാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. അതിന് പേടിയില്ല, കാരണം ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാത്തതായിട്ടുള്ള ഒരു വലിയ വിഷയമാണ് നമ്മൾ ഇതിനകത്തൂടെ പറയുന്നത്. അത് പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നത് അത് ഇന്റർവ്യൂവിന് ശേഷം ആ ഒരു ഏരിയയാണ് വരുന്നത്. അപ്പം പിന്നെ മെയിൻലി ഇത് കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ചില വിഷമങ്ങളുണ്ടാവും. മീൻസ് എന്താ പറയാ, ചില ഫേക്ക് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് ഇമോഷണലി കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവർ കുറച്ച് ഞാൻ ഒരു നെഗറ്റീവ് റിവ്യൂസ് നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു ഇമോഷന്റെ പുറത്താണ് അത് വന്നിട്ടുള്ളത്. അത് പ്രത്യേകം എല്ലാവരും പറയാൻ വേണ്ടി തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ആരും മൈൻഡ് ചെയ്തത്. ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് പറയാൻ എനിക്ക് ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ പലപ്പോഴും ആദ്യം വരുന്ന പ്രതീക്ഷയോടെ ഉണ്ടാകുന്ന റിസൾട്ട് പിന്നീട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസങ്ങളിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ ഒരു പേടി തട്ടിയിട്ടുണ്ടോ? പേടി തെറ്റിന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഷോയില് നമ്മുടെ ആൾക്കാര്, നമ്മുടെ ക്രൂ, അങ്ങനെയാണല്ലോ എല്ലാവരും നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ സിനിമ കാണുന്നത്. അതിന്റെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. ഒരിക്കലും അതൊരു ഫേക്ക് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ പോസിറ്റീവ് വൈബിലാണ് നമ്മൾ എപ്പോഴും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്, നമ്മൾ പടത്തിനെ പറ്റി പറയുന്നതും എല്ലാം. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഇന്നൊന്ന് പ്രിപ്പേർഡ് ആയിരുന്നു. ആക്ച്വലി ഞാൻ വിഷ്ണു ഒക്കെ കുറച്ച് പ്രിപ്പേർഡ് ആയിരുന്നു. എന്താണ് ഇതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത്. ഇപ്പോ കേരളത്തിലെ അങ്ങോട്ടുള്ള തിയേറ്റേഴ്സിൽ നിന്ന് ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങളിലേക്ക് എത്തിയത്. സിനിമ അത്യാവശ്യം എന്നല്ല നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. അത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നെയും വിഷ്ണുവിനെയും അല്ലെങ്കിൽ പുതിയ സംവിധായകരടക്കം നിന്ന് പറയാണ് ഒരു ക്ലീൻ എന്റർടൈനർ. കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതില് തമാശയ്ക്ക് തമാശയുണ്ട്, നല്ല രീതിയിൽ തമാശയുണ്ട്. അത് കോമഡിയാണ് ഇതിന്റെ ബേസ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ പാട്ടുണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ക്ലീൻ എന്റർടൈനർ ആണ് അപൂർവതരന്മാർ എന്നുള്ളതാണ് ടോട്ടൽ. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഇതുവരെ ഈ വൈകുന്നേരം ഞാൻ ഇറങ്ങുന്ന ഈ കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കോൾ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എല്ലായിടത്തു നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്.